തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും തത്സമയം റിപ്പോർട്ടിംഗ് നടത്തുകയും ചെയ്യുന്നത്. മാഷേ 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 മോള് വന്നില്ല. ഇതുവരെ എത്തിയില്ലേ? 7:30 ഇതുവരെ കണ്ടില്ല. നീ വിളിച്ചു നോക്കിയോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല മാഷേ, സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. നീ അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. സാറ ഇതുവരെ വന്നില്ലെന്ന്. എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ? താൻ വിഷമിക്കാതോടോ, നമുക്ക് നോക്കാം. ഹലോ, അതെ, എന്തായിരുന്നു സാർ? ശരി സാർ, വരാം. ആരാ മാഷേ? ഒന്നുമില്ലടോ, നമുക്കൊരു സ്ഥലം വരെ പോവാം. എങ്ങോട്ടാ മാഷേ? ഞാൻ ഇതൊന്ന് മാറിയിട്ട് വരാം. നമസ്കാരം. എന്താ? ഇവിടുന്ന് സോമൻ സാറ് വിളിച്ചിരുന്നു. ആരാന്നാ പറയണ്ടേ? വിജയമാഷാന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇരുന്നോളൂ. ശരി സാർ. അവിടെ ഇരുന്നു. എങ്ങനെയാ നിങ്ങൾ തമ്മിൽ പരിചയം? കേട്ടില്ലേ? എങ്ങനെയാ നിങ്ങൾ തമ്മിൽ പരിചയം? ഇൻസ്റ്റാഗ്രാം. എത്ര നാളായി? 3-4 മാസമായി. കൊള്ളാലോ, 4 മാസോ? സാറേ, 4 മാസത്തെ പരിചയമാ. 4 മണിക്കൂർ മതിയല്ലോ. സാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ വാ. കയറുക. നമസ്കാരം. മാഷ് വന്നത് നന്നായി. ടീച്ചർ വന്നോ? സാറേ, എൻ്റെ മോളേത്. എന്നെ പറ്റിയടാ, ചാച്ചൻ പേടിച്ചു പോയല്ലോടാ. ഇതാരാ കൂടെ? സാറേ, മാഷേ, ഇതെന്റെ മോളാ. സാറേ, ഇവിടെ ഇരുന്നേ. മാഷേ, സാറേ, ഇതെന്റെ മോളാ സാറേ. സാർ, ഫയൽ കൊടുത്തായിരുന്നോ? ഓക്കെ സാർ, ഞാൻ കൊടുത്തിട്ടുണ്ട് സാർ. ഇതെന്നാ കേസാ? സാറേ, ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഞാൻ കുറച്ചു കാലം ഇവരെ അടുത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബേബിയുടെ മകളെ കണ്ടതുകൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചതാണ് ബേബിയെ. തൽക്കാലം ഇവരോട് കുറച്ച് നേരം പുറത്തിരിക്കാൻ പറ. യെസ് സാർ, നമുക്ക് പുറത്തിരിക്കാം. അവരോട് വരാൻ പറ. ഇരിക്കേ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാ സാറേ. സാർ, സംഗതി രജിസ്റ്ററാടാ. യെസ് സാർ. സാർ അവരോട് എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. സാർ, ഞാൻ അവരോട് എങ്ങനെ മനസ്സിലാക്കിക്കും? സാറൊന്ന് വിളിപ്പിക്കും. നമ്മളിപ്പോൾ എന്നെ ചെയ്യൂ? ഒന്ന് ഒരു ആഴ്ച അവരെ വിളിക്കും ഇങ്ങോട്ട്. ഒന്ന് വിളിക്കും. നിങ്ങളങ്ങോട്ട് മാറിക്കേ.
മാഷേ അവർ ഓൾറെഡി രജിസ്റ്റേർഡ് മാരീഡാണ്. നിയമം അവർക്ക് അനുകൂലമാണ്. അവള് കൊച്ചു കുഞ്ഞാ സാറേ, 18 വയസ്സേ ആയിട്ടുള്ളൂ. ബേബി പ്ലീസ്, കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരിപ്പോൾ നിയമപരമായി വിവാഹം കഴിച്ചവരാണ്. അതായത് അവർ ഭാര്യ ഭർത്താക്കന്മാർ. അതൊരു സാധു മനുഷ്യനെ സാറേ. ഇവക്കൊരു കുറവും വരുത്തിയിട്ടില്ല സാറേ ആ മനുഷ്യൻ. എന്തിനാ മോളെ ആ മനുഷ്യനോട് നീ ഇങ്ങനെ ചെയ്തത്? പറഞ്ഞാൽ നിങ്ങളും ചാച്ചനെ സമ്മതിക്കത്തില്ല. നിന്നെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോടാ. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? അനന്തു. തൻ്റെ പേരൻസ് സെപ്പറേറ്റഡ് ആണ് സാർ. അപ്പം താമസം? അച്ഛമ്മയുടെ കൂടെ താമസം. വിളിച്ചാൽ കിട്ടുമോ? ഇല്ല സാർ, അവർ ഹോസ്പിറ്റലിലാണ്. കൂടെ ആരുമില്ലേ? ഇല്ല, ഞങ്ങൾ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോഴാണ് സാർ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ഡീറ്റെയിൽസ് എടുത്തിട്ട് പറഞ്ഞു വിടുവരെ. നിന്റെ ചാച്ചൻ്റെ ഇരിക്കുന്നു. നീ ഒന്നും മൈൻഡ് ചെയ്യണടാ. ബേബി സാരില്ല, എല്ലാം ശരിയാവുമേ. മാഷ്, എന്റെ മോള് പോണ കണ്ട മാഷെ. സാരില്ല, എന്റെ മോള് വീട്ടിൽ പോ. ബാ. മാഷ്, എന്റെ ചാച്ചാ, അടിമുത്തേ, ചാച്ചന്റെ പൊന്നെ, വാവേ. നീ എങ്ങോട്ടേക്ക് നോക്കുന്നേ? നീ ഇങ്ങോട്ട് നോക്കി. അപ്പന്റെ മടിയിലിരുന്നപ്പോൾ എന്നാ മര്യാദക്കാരിയാ. അടങ്ങിയിരിയടി. ഉമ്മ, ചക്കര ഉമ്മ. സാറേ, ചാച്ചന്റെ സാറേ, സാറേ, സാറക്കുട്ടി. സാറക്കുട്ടി, അമ്മയുടെ പൊന്നേ. ധാരാന്ന് നോക്കിയേ. വാ പൊന്നു പാടാ. ഒരു കുഞ്ഞിച്ചാട്ടം. അടുപ്പത്ത് വെച്ചത് കരിഞ്ഞിട്ടുണ്ടാവും. ആ, ചാച്ചന്റെ കുഞ്ഞിക്കുറുമ്പി കളി കഴിഞ്ഞെത്തിയ?
എന്തിയെ കൂട്ടുകാരി എന്തിയെ? അവള് പോയി. ടീച്ചറമ്മ എന്നാ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വെച്ചക്കുന്നുണ്ടോ? അമ്മമ്മ കച്ച വാ. കഴിച്ചു. ചാച്ച പോവാണേ. എടാ മുത്തേ, ചാച്ചൻ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കുന്നത് ആർക്ക് വേണ്ടിയാ? ചാച്ച ബസ് പോകും. ചാച്ചന്റെ പൊന്നിൽ നിന്ന് നേരത്തെ ആണല്ലോ. നേരത്തെയാണല്ലോ. എന്താ പതിവില്ലാതെ? ടണ്ടടായ്. ചാച്ചനോട് ഞാൻ എത്ര നാളായിട്ട് പറഞ്ഞൊരു ഫോൺ മേടിച്ചു തരാൻ. ഇതെന്റെ ഫ്രണ്ട് മേടിച്ചു തന്നതാ. ആരാ മൊത്തം നിന്റെ ഫ്രണ്ട്? ഓ, അത് ചാച്ച എന്തിനാ അറിയുന്നേ? ചാച്ചാ ചാച്ചാ, ആ പാട്ടൊന്ന് വായിച്ചേപ്പിച്ചേ, എനിക്കൊന്ന് ഉറങ്ങാനാ. മുത്തു വന്നോ? എന്നാ താമസിച്ചേ? എന്നാ ചാച്ചൻ്റെ മുത്തിന് മൂത്തൊരു ക്ഷീണം? എന്നാ പറ്റി? 2 ബസ് മാറി കയറി വേണ്ട ചാച്ച. മുത്തേ മുത്തേ മുത്തേ, മുത്തേ, ഒരുപാട് നേരമല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്? മതി, വാ ഫുഡ് കഴിക്കാം, വാ. കഴിച്ചോ? ഒരു നേരത്തെ ആഹാരം കഴിച്ചതിൽ ചത്തൊന്നും പോകത്തില്ല. ഹാ, ഇവിടെ പറഞ്ഞു. ഹാ. ഈ കോപ്പം നിർത്താവോ? മനുഷ്യൻ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇല്ലടാ, ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ. ഇല്ല, ഞാൻ വന്നേക്കാം. ഓക്കെ. ഞാൻ അമ്മയാകലെന്ന് അറിഞ്ഞിട്ടും എന്നെ അമ്മയെന്ന് വിളിപ്പിക്കാൻ ചാച്ചൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ. താൻ വിഷമിക്കണ്ടോ? അവളുടെ മുൻചുണ്ടി തനിക്കറിയത്തില്ലേ? അവള് നമ്മളെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്നതല്ലേ. താൻ വിഷമിക്കണ്ട. മാഷേ, വാ ഇവിടെ ഇരിക്കാം.
ഒരുപാട് നാളായി ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാനാന്ന്, ഈ പെൻഷൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളല്ലേ, അതിൻ്റെ പുറമുള്ള ഓട്ടമായിരുന്നു. മാഷ് വന്നത് നന്നായി. എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബേബി, ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. നമ്മുടെ സാറമോളുടെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല. കാണാൻ പറ്റാത്ത പല സാഹചര്യത്തിൽ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. ബേബി ഒന്ന് അവളെ ശ്രദ്ധിക്കണം. മാഷ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അവൾക്കെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് പിന്നെ ആ നശിച്ച ഫോൺ അവളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവൾ ആകെ മാറിപ്പോയി മാഷേ. ബേബി, നീ വിഷമിക്കണ്ട. ആ, എന്നാ ഞാനങ്ങ് ഇറങ്ങുവാ. ആ, ഞാൻ വീട്ടിലെത്തിയുള്ളൂ. ഇല്ല. ആ, ഞാൻ വിളിക്കാം. ആ, ഫുഡ് കഴിച്ചോ? ഇല്ല. ഒന്ന് പോയേ. ഇന്ന് എന്നാണ് ഈ താമസിച്ചേ? മാഷ് ഇവിടെ വന്നായിരുന്നു കേട്ടോ. ചുമ്മാ അവരും പറയുന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വേണ്ട. കേട്ടടാ. പിന്നെ നിനക്കിതെപ്പോഴുള്ള വിചാരം? ഒന്ന് പോയേ നീ. പിന്നെ ചാച്ചാ. ബേബി, ഇതെന്താ ഉറക്കമാണോ? ആ, 3-4 ദിവസമായല്ലോ ബേബിച്ചനെ കണ്ടിട്ട്. എന്നാലും മാഷ്, എൻ്റെ കുഞ്ഞെന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അവൾ പോയപ്പം ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. എൻ്റെ ചങ്ക് പൊട്ടുമായിരുന്നു മാഷെ. മാഷൻ്റെ അന്ന എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയപ്പോൾ പോലും എനിക്ക് ഇത്രയ്ക്കധികം സങ്കടമില്ലായിരുന്നു. ബേബി, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. നമ്മൾ ജീവിച്ച സാഹചര്യമല്ലല്ലോ ഇപ്പോഴത്തേത്. എടോ, നാളെ നമുക്ക് പോകണ്ടേ? താൻ മറന്നോ? എൻ്റെ മോളും എത്തിയിട്ടുണ്ട്. ശരിയപ്പോൾ രാവിലെ കാണാം. എടോ, ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കടവും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. അവൾ നമ്മുടെ മോളല്ല എന്നുള്ളത് നമ്മൾ ആരോടും പറഞ്ഞിട്ടുമില്ല. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ബേബി, നമ്മുടെ സാറ് തന്നെയാ. വാ, എല്ലാം ഞാൻ പറയാം. വാ.
സാറാ മോളെ, എന്ത് പാവാണ് സിസ്റ്റർ. പക്ഷേ ഹലോ, എന്തു പറ്റി? എത്ര നേരമായി ഞാൻ ഇവിടെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്? വന്നില്ലേ ഞാൻ? എത്ര നേരമായി എന്നറിയ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ടെൻഷനാവാതെ, പിണങ്ങാതെ. എന്ത് രസമല്ലേ ഇങ്ങനെ ഇരിക്കാൻ. എൻ്റെ മനസ്സ് മുഴുവനും എപ്പോഴും നീയാ. എന്റെയും. ഐ ലവ് യുടാ. യോ, ചാച്ചനെ നോക്കിയിരിക്കും. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? കുറച്ചു നേരം കൂടെ ഇരിക്കായിരുന്നു. നീ താമസിച്ചൊന്നുണ്ടല്ലേ? ഹായ്. നിനക്കെന്താ ഒരു മൂഡ് ഔട്ട്? ഒന്നുമില്ല, ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. എന്ത്? ഒരു സ്ഥലം വരെ പോയാലോ? എവിടെ? അതാ സർപ്രൈസ്. അതെ, ഒരു സാധനം ബാഗിൽ വെച്ചേക്കാവോ? ഇതെന്താ? വെച്ചേക്ക്, പറയാം. ഇതെന്താ? എനിക്കാണോ? നിനക്കാ. എനിക്കോ? ശരിക്കും? താങ്ക് യു. ഇന്ന് നമ്മൾ തിരിച്ചു പോകാൻ കുറച്ച് ലേറ്റ് ആവുമേ. നിന്റെ ചാച്ചൻ. ഓ, ആദ്യം എന്തെങ്കിലും പറഞ്ഞോളാം. വാ, നോക്കുവാ. ഫോൺ ഇഷ്ടപ്പെട്ടോ? അയ്യോ, മാഷിന്റെ വണ്ടിയാന്ന് തോന്നുന്നു. മാഷാരാ? ചാച്ചന്റെ കൂട്ടുകാരനാ. നിനക്കെന്തോ മാറ്റം ഉണ്ടല്ലോ. ഇല്ലല്ലോ. ഉണ്ടെന്ന്? ഇല്ലെന്നേ. അനന്തു, നീ എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നേ? എടുക്ക്. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഒരു മിനിറ്റേ. അനന്തു, മക്കളെ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാതെ? ഹണിമൂൺ എൻജോയ് വിത്ത് യുവർ ഡീൽ നടക്കണം. ട്രാൻസാക്ഷൻ, മണി മണി മണി. മൈ മണി റിട്ടേൺ വരണം. ക്രോസ് കണക്കിന് രൂപയുടെ സ്റ്റഫാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായി കൃത്യസമയത്ത് ക്ലയന്റിന് കിട്ടിയിരിക്കണം. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലേ 2 ഡോസ്. ഫ്ലാറ്റിലോട്ട് കൂട്ടിയിട്ട് വാ, ഞങ്ങൾ നോക്കിക്കോളാം. പ്ലീസ്, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇന്ന് തന്നെ. Today itself. Done. Guys, let's go. അതാരാനന്തു? ഞാൻ പറയാം, വാ കേറ്. വേഗം കേറൂ, വാ. ഞാൻ എത്തിക്കാം. അനന്തു, നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? പ്ലീസ് മനസ്സിലാക്ക്. നീ എന്നിൽ നിന്ന് എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഐ നോ,
അതെനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. നീ ഇപ്പം പഴയ പോലെ അല്ല. സാറ പ്ലീസ് ഈ ഒരൊറ്റ തവണ കൂടി നോ നീ എന്നെ കമ്പൽ ചെയ്യല്ലേ. സാറാ നമ്മൾ ട്രാപ്പിലാണ്. നീ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. സാറ് ഞാൻ നീ ഇട്ടേക്കുന്ന ഈ ടീഷർട്ട്, ഈ പാൻറ്, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഈ ഫോൺ, നിന്റെ ഫോൺ എല്ലാം അവരുടെ പൈസക്കാ. അതൊന്നും എൻ്റെ കുഴപ്പമില്ലല്ലോ. എനിക്കൊരു തെറ്റ് പറ്റി, നിന്നെ ഞാൻ വിശ്വസിച്ചു. നീ ഇത്ര ചീപ്പാന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേന്ന്? നമസ്കാരം സിസ്റ്ററെ. നമസ്കാരം. ഷാജിയച്ചൻ വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു. ഒരു 2 മാസം മുമ്പ് സ്റ്റേഷനിൽ വന്നിരുന്നതാ. സിസ്റ്റർ അറിയായിരിക്കും, ഒരു സാക്സോ ബേബി, അദ്ദേഹത്തിൻ്റെ മകളാ. അബോധാവസ്ഥയിൽ വഴി കിടക്കുന്നുണ്ടിട്ട് ഷാജിയച്ചൻ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചാ. മറ്റവൻ എനിക്കറിയാം, അവൻ്റെ സ്ഥിരം പരിപാടിയത്. അവനെ ഞാൻ പൊക്കിക്കോളാം. ഇതവൻ്റെ അവസാനത്തെ കളിയാണ്. ബേബി ഇതറിയണ്ട, മാഷിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി. ചാച്ചാ സോറി ചാച്ചാ.